ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കലത്തപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താ വേണ്ടത് വെക്കാം. 2 മണിക്കൂർ കുതിർത്ത് വെച്ച ഒരു ഗ്ലാസ് പച്ചരിയാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോറാണ് ഇതിലോട്ട് ഇടാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകവും 2 ഏലക്കയും നമുക്ക് ഇടാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. നമ്മളിവിടെ 3 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കുന്നു. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ച് നമുക്ക് ആക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ തന്നെ മൂപ്പിച്ച് മാറ്റി വെക്കണം. അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് മാവ് ഒഴിക്കാം. എന്നിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞു. ഇനി 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മൾ മാവ് ഒഴിച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് അതിൻ്റെ മുകളിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മൂടിയുടെ വിസിൽ ഊരി വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കാൻ. അതുപോലെ തന്നെ വിസിലിൻ്റെ ഹോളിലേക്ക് കൂടെ ആവി വരുമ്പോൾ നമുക്ക് വെന്തുവെന്ന് ഉറപ്പ് വരുത്താം. അങ്ങനെ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.